വർഷത്തിന് ശേഷം നമ്മൾ വീണ്ടും കട്ടാറിലേക്ക് കയറുകയാണ്. ഒരു വിദ്യ പഠിക്കുലോ വിഷവിദ്യ പഠിക്കണം, വിഷവിദ്യ പഠിക്കുലോ വിഷമിച്ച് പഠിക്കണം. ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായി വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാത്തത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ തറവാട് ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ ഏകദേശം ഇന്നേക്ക് ഒരാഴ്ചയായി, 7ാമത്തെ ദിവസമായി ഇന്ന് പരിപാടി. പുനഃപ്രതിഷ്ഠയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തെയ്യം നടന്നിട്ടില്ല. എല്ലാം കോട്ടെല്ലാം പൊളിച്ചെടുത്ത് വീണ്ടും പുനരുദ്ധാരണം കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഇപ്രാവശ്യം വീണ്ടും തെയ്യം നടത്തുമായിരുന്നു. 3-4 ദിവസമായിട്ട് കലാപരിപാടിയും കാര്യങ്ങളെല്ലാം ആയിരുന്നു. അപ്പോൾ ഇന്നലെയും ഇന്നും തെയ്യമാണ്. ഇന്നലെ രാത്രിയും ഇന്ന് പൊളിച്ചേക്കും. ഇപ്പം തെയ്യം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളുമാണ് വീഡിയോയിൽ ഇടുന്നത്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ബിജുവാട്ടം വീണ്ടും മേക്കപ്പ് വന്ന് ഞാനും അക്ഷയ ഒരുമിച്ചിട്ട് എത്ര വർഷമാണ് അക്ഷയ് നിർത്തിയിട്ട്? കുറേ ചേട്ടാ, ലാസ്റ്റ് എന്തായാലും 5-6 വർഷം മേലെ ആയിരിക്കും. 6 വർഷത്തിന് ശേഷം നമ്മൾ വീണ്ടും കട്ടാറിലേക്ക് കയറുകയാണ്. ഇതേതാ ഒരു മൂദേവി. കാണും മറ്റേ ബെല്ലുമേനെ പോലെയുണ്ട്. ഈ സ്വാതന്ത്ര്യപരോട് നിന്നാൽ ചൊറയാണല്ലോ. ഓള് വരുമ്പോഴായിരിക്കും ഞാൻ ഇവളോട് തോന്നുമ്പോൾ ചെറിയടിച്ചിരിക്കലാന്ന്. മൊത്തം ചൊറയാവല്ല. ഈ സാധനത്തിനെടുത്ത് മാറ്റണം. എന്നാ ഇപ്പൊ ചെയ്യണ്ടേ? പറഞ്ഞു നോക്കാം. നിങ്ങളും സന്തോഷിപ്പിച്ച് വിടണം, അതാണ് വിഷമോ. ഒരു വിമാനം ഉണ്ടാക്കി തരണം എന്നെല്ലാം പറഞ്ഞ ഒരാഴ്ച കൊണ്ടെല്ലാം ആക്കി കൊടുക്കാം. പക്ഷേ മനുഷ്യന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറപ്പെട്ട കാര്യമൊന്നല്ല. ഇപ്പോൾ സമയം രാവിലെ 5-7 പുലർച്ചെ. അടുത്തേക്ക് പോയിന്ന് തെയ്യം കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പം ട്യൂബെല്ലാം കിട്ടി. പുതിയ സൗണ്ടെല്ലാം പോയിട്ടല്ല.
ഇനി എത്ര മണിക്കൂർ വേളെ അടുത്തത്? ഇനി 9:30 9:30 പരദേവത അല്ലേ? പിന്നെ ചാവണ്ടി. വിഷ്ണുമൂർത്തി ബാക്കി എല്ലാവരുടെയും ടൈം പോലെ ഇരിക്കും ചോദം മെയ്യെ. നമ്മൾ പണ്ടെല്ലാം രാത്രിക്ക് ചൂട്ട കെട്ടിയിട്ടാണ് തേങ്ങാണം വേണ്ടി പോവാന്ന് പറയുന്ന കേൾക്കലുണ്ട്. നമ്മളിവിടുന്ന് തെയ്യം വലിയ 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 സ്ഥലത്തെല്ലാം നമ്മൾ തെയ്യം കാണലുണ്ട്. പക്ഷേങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഈ വയലിൻ്റെയും ഇങ്ങനെയുള്ള സൈഡിലോട്ടെല്ലാം പോയിട്ടുള്ള ഒരു ഫീല് വേറെ തന്നെയല്ലേ? അങ്ങനെ ഇങ്ങനെ ഒരു കൃപാലിൻ്റെ വീട്ടിലത് ഇപ്പോൾ എടുത്ത് കഴിഞ്ഞത് കേട്ടോ. ആകാശലങ്ക ഇപ്പം കഴിഞ്ഞേ, മിഞ്ഞാന്ന് തെയ്യം കഴിഞ്ഞേ. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ ഇതെല്ലാം ഇപ്പം ആക്കിയതാണ് കേട്ടോ. റോഡൊന്നും ഉണ്ടായില്ല, ഒരു ചെറിയൊരു ഇതുണ്ടായിട്ടില്ല വീട്ടിലേക്ക്. ഇത് നമ്മളെ ബെല്ലിമേൻ്റെ വീടാണ്, കമലിമേൻ്റെ ദേശാട്ടിലും വീടാണ്. പണ്ട് ഈടിയല്ല, പണ്ട് ഈടെ വരും. എന്നിട്ട് അതിന് ശേഷം അങ്ങ് പുരത്രയുണ്ട്, അതിൻ്റെ മേലത്തെ വീടുണ്ട്, തറവാട് വീട്, അടുത്തേക്കും വരും. അയ്യോ അതൊക്കെയാ ആകാശമല്ല. ചെടി പറങ്ങിയിലായിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളിച്ചെടി. ഗുണം വരും ഗുണം വരും ഗുണം വരുവേ. അന്യന പുത്ര ദശരഥ കണ്ടെത്തും കടന്ന പഞ്ചാടിക്കിടക്കുമ്പോ മാർഗവത്തിയെ വെച്ചു വരാഗപർവ്വതം സഹായത്തെ ചെയ്തു പോന്ന പ്രകാരത്തിന്റെ സഹായത്തെ ഒരാട്ടവണ്ണം വളച്ചു കിട്ടിരിക്കുന്ന വട്ടം വീട് വട്ടം പുസ്തകം സഞ്ചരിക്കേണ്ടവരുത്താകണം അല്ലേ? ഒരു നാണിപത്തിട്ടുണ്ട് വശം പോലെ ഇവിടെ കൈയെടുക്കുന്ന കാലങ്ങളും അയലക്കം തൊടുകളും നമ്മുടെ എച്ചിന്നുള്ള ഒരു പരദേവത ഇന്ന് വരക്കോ ഇവിടെ കൈയെടുക്കുന്ന കാലങ്ങളും ഗുണം വരും ഗുണം വരും ഗുണം വരും ഗുണം വരും ഗുണം വരും ഗുണം വരും. അടിപൊളി. അല്ലേ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമായില്ലേ അല്ലേ? അതിൻ്റെ പതിമടക്ക് സന്തോഷം നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിരുന്നു. ഭാഗ്യം കാര്യങ്ങളല്ലാതെ എൻ്റെ പൈതങ്ങൾ പറഞ്ഞിട്ടായിരുന്നു.
ഉത്സാഹിച്ച് ചെയ്യുന്നുണ്ടാ. ഒരു വിദ്യ പഠിക്കുലോ വിഷവിദ്യ പഠിക്കണം, വിഷവിദ്യ പഠിക്കുലോ വിഷമിച്ച് പഠിക്കണം എന്നാ പറയാം അല്ലേ. അത് പ്രകാരം ഉത്സാഹിച്ചിട്ട് കാര്യകർമ്മങ്ങൾ ചെയ്യാം അല്ലേ. നേരത്തെ പറഞ്ഞു അല്ലേ, ചന്ദ്രമണ്ഡല രൂപമായിരിക്കുന്ന സഹസ്രാരപത്മം ശ്രീചക്രത്തിന്റെ ഒത്തനെടുക്കുള്ള ബിന്ദുവായിട്ടും ദേവി അതിൽ 360 കിരണങ്ങളാകുന്ന ആവരണ ദേവതകളോടുകൂടി ആണ്ടോടാണ്ട് പരിശോഭിക്കുന്നതായും കാണുന്നു അല്ലേ. ശിഖരവരത്തിൽ ശരത്കാല ചന്ദ്രികാ സുന്ദരമായിരിക്കുന്ന കിരീടത്തെയും ആദരിച്ച് 2 കരങ്ങളിൽ അല്ലേ അഭയദാനമുദ്രയും വരദാനമുദ്രയും കാണിച്ച് മറ്റുള്ള 2 കരങ്ങളിൽ സ്ഫടികാക്ഷമാലയും പുസ്തകവും എടുത്തിട്ട് അല്ലേ അരുണവർണ്ണ ശോഭിതയായിട്ട് മധുര പദങ്ങൾ ഉദ്ദീപിക്കുന്ന സരസ്വതി രൂപത്തെ അല്ലേ എന്നും ധ്യാനിക്കണമെന്നാ പറയാം വിദ്യ അഭ്യസിക്കുന്ന ആൾക്കാരുകൾ അല്ലേ. അപ്പോൾ ധ്യാനിച്ചോ, നിങ്ങൾക്ക് കവിത്വ ശക്തി തന്ന് രക്ഷിക്കുവാൻ ശ്രീ മൂകാംബികയുടെ കടാക്ഷം, എൻ്റെ കടാക്ഷം, എൻ്റെ മാതാവിൻ്റെ കടാക്ഷം എന്നുണ്ടാവട്ടെ, സഹായിക്കട്ടെ. പറഞ്ഞറിയിക്കേണ്ടതായിരിക്കുന്ന വരികളുണ്ടാവും. അനുഭവിച്ച സന്തോഷത്തിൻ്റെ പറഞ്ഞു പരിചയപ്പെടുത്തണം.